നമസ്കാരം. ഫോർസൈസ് ടിവിയുടെ മണ്ഡലങ്ങളിലൂടെ എന്ന ലോകസഭാ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള രാഷ്ട്രീയ വിശകലന പരിപാടിയിലേക്ക് സ്വാഗതം. മണ്ഡലം രൂപീകൃതമായ ശേഷം നടന്ന 3 തെരഞ്ഞെടുപ്പുകളിലും UDF വിജയിച്ച അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആന്റോ ആന്റണി വിജയിച്ച മണ്ഡലമാണ് പത്തനംതിട്ട. ശക്തമായ മത്സരം കാഴ്ചവെക്കാനായിട്ടുണ്ടെങ്കിലും ഇടതുപക്ഷത്തിന് ഇതുവരെ വിജയിക്കാനായിട്ടില്ലെന്ന പോരായ്മയുണ്ട്. ശബരിമല പ്രശ്നം ചൂടുപിടിച്ച ചർച്ചയായ 2019 തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ ഇറക്കി BJP നടത്തിയ പരീക്ഷണവും വിജയം കണ്ടില്ല. പക്ഷേ വോട്ട് ഇരട്ടിയിലധികമാക്കാൻ അവർക്ക് കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഒരു പ്രതീക്ഷ ഇത്തവണയും പത്തനംതിട്ടയിൽ BJPക്കില്ല. 2008 മണ്ഡലം രൂപീകൃതമായത്. തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ, കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ എന്നിങ്ങനെ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. ഈ 7 നിയമസഭാ മണ്ഡലങ്ങളും ഇടതിനൊപ്പമാണ്. എങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അടിസ്ഥാനപരമായി കോൺഗ്രസ് അനുഭാവമാണ് പത്തനംതിട്ടയിലെ വോട്ടർമാർ പ്രകടിപ്പിക്കാറുള്ളത്. തുടർച്ചയായി 3 വട്ടം ഒപ്പം നിന്ന പത്തനംതിട്ടയിൽ ഇത്തവണയും വിജയിക്കുമെന്നതിൽ കോൺഗ്രസിന് തികഞ്ഞ ആത്മവിശ്വാസമാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കാര്യങ്ങൾ ഇത്തവണ കുറച്ചധികം കടുപ്പമാണ്. രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് പ്രധാന ഘടകം. സുവർണാവസരത്തിലും കഴിഞ്ഞ തവണ ഇടതിന് പിന്നിലായി 3ാം സ്ഥാനം കൊണ്ട് തൃപ്തരാകേണ്ടി വന്നു. കേരളത്തിൽ BJPക്ക് വിജയപ്രതീക്ഷയുള്ള ലോക്സഭാ മണ്ഡലങ്ങളുടെ പട്ടികയാണ് പത്തനംതിട്ടയുടെ സ്ഥാനം. കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ തന്നെ മത്സരിപ്പിക്കുമ്പോൾ BJP പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തി ജയിക്കുക എന്നുള്ളതാണ്. LDF ആകട്ടെ എന്തു വില കൊടുത്തും മണ്ഡലം പിടിക്കാൻ മുൻ മന്ത്രി തോമസ് ഐസക്കിനെയാണ് ഇറക്കിയിരിക്കുന്നത്. പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ടായിരുന്നത് 2014 17 പേർ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ 56,191 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് ആന്റോ ആന്റണി വിജയിച്ചത്. 2019 ആന്റോ ആന്റണിയുടെ ഭൂരിപക്ഷം 44,243 കുറഞ്ഞു. ഇടത് സ്ഥാനാർത്ഥി വീണ ജോർജ് അന്ന് 3,36,684 വോട്ട് നേടി BJPയുടെ വോട്ട് ഇരട്ടിയാക്കിയ കെ സുരേന്ദ്രൻ 2,97,396 വോട്ട് നേടി. ഇടതും BJPയും വോട്ട് വർദ്ധിപ്പിച്ചപ്പോൾ ജയിച്ചെങ്കിലും UDFന്റെ വോട്ടിൽ വലിയ ചോർച്ചയുണ്ടായി. പത്തനംതിട്ടയിൽ 3 തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചെങ്കിലും ആന്റോ ആന്റണിയുടെ ഭൂരിപക്ഷത്തിൽ ക്രമാനുഗതമായ കുറവാണുണ്ടായത്. ഇത്തവണ അത് പ്രകടമായാൽ ആന്റോ ആന്റണിയുടെ പരാജയത്തിലാവും കലാശിക്കുക. ത്രികോണ പോരാട്ടമെന്ന് പറയാനാകില്ലെങ്കിലും 3 സ്ഥാനാർത്ഥികളും ശക്തമായി രംഗത്തുണ്ട്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് BJPയിലെ തന്നെ പ്രശ്നങ്ങൾ അനിൽ ആന്റണിക്ക് വിനയാകുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും തോമസ് ഐസക് സജീവമായി പോരാട്ട രംഗത്തുണ്ട്. ശബരിമലയുടെ ജില്ലയാണെങ്കിലും മണ്ഡലത്തിലെ ക്രൈസ്തവ വോട്ടുകളിലാണ് 3 സ്ഥാനാർത്ഥികളുടെയും ശ്രദ്ധയെന്ന് സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ തന്നെ കാണാം. 4ാം ജയത്തിനു വേണ്ടി കടുത്ത പരിശ്രമം നടത്തുന്ന ആന്റോ ആന്റണിയെ വീഴ്ത്താൻ മറുവശത്ത് തോമസ് ഐസക്കും CPMഉം അശാന്ത പരിശ്രമത്തിലാണ്. കെ സുരേന്ദ്രൻ പിടിച്ച വോട്ടെങ്കിലും നേടാനായി അനിൽ ആന്റണിയും പത്തനംതിട്ടയിൽ നെട്ടോട്ടത്തിലാണ്.